ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണോ. ഇന്ന് നമുക്കൊരു വെറൈറ്റി രസം ഉണ്ടാക്കിയാലോ. സാധാരണയെന്ന് വ്യത്യാസമായിട്ട് ഒരു അടിപൊളി രസം. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ദിവസം അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാണ് ഈ രസത്തിൻ്റെ റെസിപ്പി. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കി. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന്. എന്തായാലും ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റി രസം ഇരിക്കട്ടെ. ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള അതുപോലെയല്ല ഉണ്ടാക്കിയത്, എൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ എന്ത് രസമാണ് ഉണ്ടാക്കാൻ പോകണമെന്ന്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ബീട്രൂട്ട് രസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പരിപ്പ് വേവിക്കാനായിട്ട് വെക്കാം. ഒരു പിടി പരിപ്പ് ഞാനിവിടെ ഒരു പാത്രത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കായം പൊടി, 1/2 ടീസ്പൂണ് ഉലുവപ്പൊടി, പിന്നെ ഒരു തണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല. ഇനി 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ഇനി ഈ പരിപ്പ് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ആ കണ്ടിട്ടുള്ള വീഡിയോയിൽ പരിപ്പ് ചേർത്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ നമുക്കിന്ന് പരിപ്പ് ഇട്ടിട്ട് വെക്കാം. പരിപ്പ് ഇവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള ബീട്രൂട്ട് റെഡിയാക്കാം. ഞാനിതാ ഈ സൈസിലുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് നന്നായി തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. രസം വയ്ക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ബീട്രൂട്ടിൻ്റെ എണ്ണം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഒരു ഗ്രേറ്ററിൽ നമുക്കിതൊന്നും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ബീട്രൂട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബീട്രൂട്ട് ഞാനിതവിടെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ബീട്രൂട്ട് മാറ്റാം. ഇനി ഈ ബീട്രൂട്ട് വേവാൻ ആവശ്യമായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ അതിലേക്ക് ചേർക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്നിട്ടൊന്ന് വേവട്ടെ. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ തന്നെ ബീട്രൂട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ബീട്രൂട്ട് വേവുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. രസത്തിൽ എപ്പോഴും കുരുമുളക് കുറച്ച് മുന്നിട്ട് നിൽക്കണതാണ് നല്ലത്. 1 ടീസ്പൂണ് പൊടിച്ച ജീരകം എടുത്തിട്ടുണ്ട്. ഞാനിതിൽ സ്പെഷ്യലായിട്ട് ചേർക്കണത് 1 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ്. ഈ രസം വയ്ക്കുമ്പോൾ എപ്പോഴും ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ സാമ്പാർ പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. സദ്യയിലൊക്കെ വിളമ്പണ ആ ഒരു രസത്തിൻ്റെ ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ രസത്തിന് നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. ഇതെനിക്ക് എൻ്റെ അമ്മയുടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. ഞാൻ എപ്പോൾ രസം വയ്ക്കുമ്പോഴും ഇതുപോലെ 1 ടീസ്പൂണ് സാമ്പാർ പൊടി ചേർക്കാറുണ്ട്. മാക്സിമം 1 ടീസ്പൂൺ, അതിലും കൂടുതൽ ചേർക്കരുത്. സാമ്പാർ പൊടി കൂടി പോയിട്ടുണ്ടെങ്കിൽ രസത്തിന് ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് വരും. പിന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി നമുക്ക് ലാസ്റ്റ് രസത്തിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ ബീട്രൂട്ട് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേനും നമ്മുടെ പരിപ്പ് എന്തായി എന്നുള്ളത് നോക്കാം. പരിപ്പ് ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ മസൂർ ദാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തുറന്നു വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഒരു 2-3 പ്രാവശ്യം തിളയ്ക്കുമ്പോഴത്തേനും പരിപ്പ് നന്നായി വെന്ത് കിട്ടും. തീ ഒന്ന് സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി. നമുക്ക് ഈ പരിപ്പ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ രസത്തിന് കുറച്ചും കൂടെ ഒരു കൊഴുപ്പ് കിട്ടും. ഈ പരിപ്പ് ഇവിടെ ഇരിക്കട്ടെ. നമ്മളെ ബീട്രൂട്ട് ഇതാ ഇവിടെ ചൂടാറിയുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് മാറ്റാം. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഇത് അരച്ചെടുക്കാം. ബീട്രൂട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിതരിപ്പില്ലാതെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് ചേർക്കാം. എന്നിട്ട് ആ ജാറിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ ജാറിൽ ബാക്കി ഇരിക്കണ ബീട്രൂട്ടിൻ്റെ പേസ്റ്റും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളകും അതുപോലെ ചതച്ച വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പൊടികളും കൂടെ ചേർക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ പുളിയൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ആ പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ പുളി മുഴുവനായിട്ട് ഞാൻ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇത്രയും രസത്തിന് നമ്മൾ ആ എടുത്തു വെച്ചിട്ടുള്ള പുളി കറക്റ്റായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള ബീട്രൂട്ട് കുറച്ച് കളർ കുറവുള്ള ബീട്രൂട്ടായിരുന്നു. കുറച്ചും കൂടെ കളറുള്ള ഒരു ബീട്രൂട്ടാണ് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ഈ രസത്തിന് ഒന്നും കൂടെ ഒരു കളർ ഉണ്ടാവുമായിരുന്നു. ഇനിയിപ്പോൾ സാറില്ലെന്ന് വെക്കാം, അല്ലാണ്ട് അപ്പോൾ എന്താ ചെയ്യുക.
അല്ലെങ്കിൽ ഇപ്പോൾ കളറിലൊന്നും അല്ലല്ലോ കാര്യം, ഗുണത്തിലല്ലേ. ഇനിയിപ്പോൾ എന്തായാലും രസം ഞാൻ അവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്നോട്ട് തിളക്കട്ടെ. അപ്പോൾ അത് തിളക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ തമിഴ്നാട് ഭാഗങ്ങളിലുള്ളവരൊന്നും ഈ രസം അങ്ങനെ തിളപ്പിക്കാറില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ വെക്കുമ്പോൾ കുറച്ചൊന്ന് തിളപ്പിക്കാറുണ്ട്. എനിക്ക് ആ പുളിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറണം. അപ്പോഴാണ് ആ രസത്തിനൊരു ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളൊക്കെ രസം വെക്കുമ്പോൾ നല്ല തിളപ്പിക്കാറുണ്ടോ, അതോ ഈ തമിഴ്നാട് സ്റ്റൈലിൽ തിളപ്പിക്കാതുള്ള രസമാണോ ഉണ്ടാക്കാറെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വെറുതെ ഒന്നും അറിയാലോ, ഞാൻ മാത്രമാണോ അങ്ങനെ രസം തിളപ്പിക്കാറ് അതോ എല്ലാവരും ഇതുപോലെ തന്നെയാണോ ചെയ്യാറ് എന്നുള്ളത്. ഇപ്പോൾ ഇതാ നമ്മളെ രസം ഇവിടെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 1-2 പ്രാവശ്യം നന്നായി തിളച്ചാൽ നമുക്ക് ഈ സ്റ്റവ് ഓഫ് ആക്കാം. ഇനി അധികം പണിയൊന്നുമില്ല. ഇനി ഇതൊന്ന് വറുത്തിട്ടാൽ മതി. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കൂടെ ചേർക്കാം. ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും നന്നായി മൂത്ത് വരുമ്പോൾ അതെടുത്തിട്ട് നമ്മളുടെ രസത്തിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ വറുത്തിട്ടുള്ളതെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടാലും മതി. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ചിലപ്പോൾ ഒരു തോന്നലിന് ഇതുപോലെ വറുത്തിട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളുടെ ബീട്രൂട്ട് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് രസം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒരു വെറൈറ്റിക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വെറുതെ പറയണതല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.